ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്റെ കുഞ്ഞു യാത്രകൾ. ഇറ്റ്സ് മീ അസ്മ. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ കേട്ടോ. ഇന്ന് നമ്മള് വേറൊരു വീഡിയോ അല്ലേ ഇന്ന് ഞാൻ വേറൊരു വീഡിയോ ആണ്. അതായത് നമ്മൾ മൈസൂരിൽ നിന്ന് കൊടുക് വഴി നമ്മൾ വയനാട് പോകുമ്പോ അവിടുത്തെ ഈ പോകുന്ന വഴിയിലെ കാഴ്ചകൾ, നമ്മൾ എവിടെയും നിർത്തുക കാര്യങ്ങളോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഈ റോഡ് സൈഡ്, അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴി, റൂട്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണം, കമന്റ്സ് ഇടണം. ഓക്കെ, കമന്റ്സ് നിർബന്ധം കേട്ടോ. ലൈക്കും കമന്റ്സും ഷെയറും നിർബന്ധമാണ്. അപ്പം നിങ്ങൾ അത് മറക്കരുത്. ഞാൻ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഇങ്ങനെ മുളക്, അതുപോലെ തന്നെ നമ്മുടെ പയർ വർഗ്ഗങ്ങൾ, എല്ലാ സംഭവം, പരിപ്പ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നത് ഒരുപാട് പേരിനോട് ചോദിച്ചു സ്ഥലം എവിടെയാണെന്ന് കേട്ടോ. അതായത് നമ്മൾ മൈസൂർ വഴി നമ്മൾ വയനാട് പോവുമല്ലോ, അങ്ങനെ കൊടുക് വഴിയൊക്കെ വയനാട് പോവില്ലേ, അങ്ങനെ പോകുന്ന സ്ഥലത്ത് ഹൊൻസൂർ എന്ന് പറയുന്ന സ്ഥലത്തും ഇതുപോലത്തെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. വളരെ ചീപ്പായിട്ടുള്ള വിലക്ക് നമുക്ക് കിട്ടുന്ന സംഭവങ്ങളാണ് കേട്ടോ. ഇത് ചീപ്പ് റേറ്റാണ് ഇതിനൊക്കെ. നമ്മളൊന്നും കൂടി വില പേശി കഴിഞ്ഞാൽ നമുക്ക് മലയാളികൾക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട്. കുറഞ്ഞ വിലക്കാണ് വിൽക്കുന്നതെങ്കിലും കുറച്ചും കൂടി നമ്മളൊന്ന് വില ചുരുക്കിയിട്ട് ചോദിക്കും അല്ലേ. അപ്പം അങ്ങനെ ചോദിച്ചാലൊക്കെ കിട്ടുന്ന സംഭവമാട്ടോ. പൊടികളാണെങ്കിലും ഉണ്ട്, അതുപോലെ പൊടിക്കാനുള്ള സംഭവങ്ങളാണെന്നുണ്ടെങ്കിലും ഉണ്ട് കേട്ടോ. ഇതൊക്കെ പൊടിച്ചത് പൊടിയുണ്ട്, മല്ലിയൊക്കെ അങ്ങനെ പൊടിക്കാത്ത മല്ലി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പരിപ്പ്, ചെറുപയർ, ഇങ്ങനത്തെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അറിയാത്തവർക്കായിട്ടാണ് കേട്ടോ അപ്പോൾ അമ്മി ചെയ്യുന്നത്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട് കേട്ടോ, ചെറുതായിട്ട് ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടിപൊളി സ്ഥലം കേട്ടോ. പക്ഷെ നമ്മളെ പണ്ടത്തെ സിനിമ ഉണ്ടല്ലോ, ഏത് നമ്മളെ കുബേരൻ സിനിമ കാണുന്ന ആ സിനിമയത്തെ കൊടുകൊന്നും അല്ല കേട്ടോ. ആ സിനിമയത്തെ കൊടുകും ഇപ്പോഴത്തെ കൊടുകും ഒരുപാട് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ആ സിനിമ കാണുമ്പോൾ ഇതുപോലൊരു സ്ഥലത്തേക്കൊന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ, ടൂർ പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ കുറേ ആൾക്കാർ ചിന്തിച്ചിട്ടുണ്ടാവും. ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ. പക്ഷേ ആ ഒരു കൊടുകൊന്നല്ല ഇപ്പോൾ. എന്നാലും കുഴപ്പമില്ല, നമ്മളെയൊക്കെ സ്ഥലങ്ങൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ചെറിയ മഴയുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് മലയാളികളുണ്ട് കേട്ടോ. ഇവിടെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് മലയാളികളുണ്ട് കേട്ടോ. സൂപ്പർ സ്ഥലമാണ് കേട്ടോ. ഇഷ്ടം, എനിക്കിഷ്ടമായി, അടിപൊളിയാണ്, കുഴപ്പമില്ല. പിന്നെ ഓണം സീസണൊക്കെ ആയതുകൊണ്ട് റോഡ് സൈഡിൽ കൂടി തന്നെ നമ്മൾ പൂക്കൾ വിൽക്കാനിരിക്കുന്ന ആളുകളെ കാണാം കേട്ടോ. അതായത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ വിൽക്കുന്നുണ്ട് ഇവിടെ ആൾക്കാർ. അതായത് അവിടെ ബാക്കിൽ നിന്ന് തോട്ടത്തിൽ നിന്ന് പറിച്ചിട്ട് നമ്മൾ ഈ റോഡ് സൈഡിൽ ഇരിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. അവിടെ തന്നെ ഇരുന്ന് വിൽപ്പന ചെയ്യുന്ന ആളുകളുണ്ട്. നല്ല സ്ഥലം കേട്ടോ, കുഴപ്പമില്ല. കേട്ടോ, ഇപ്പൊ നമ്മൾ ഓണം സീസൺ ആയതുകൊണ്ടുള്ള വണ്ടികൾ മുഴുവൻ നമ്മുടെ ഫ്ലവേഴ്സ് ആണ് കേട്ടോ പോകുന്നത്. കണ്ടോ, സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ വണ്ടിയിൽ ലോഡ് മൊത്തം പൂക്കളാണ് അല്ലേ. ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ കിട്ടുന്നത് ഭയങ്കര സീസൺ ആയിരിക്കും അവർക്ക്. നല്ല വിലയുണ്ടാവും കേട്ടോ. ഇവിടെ ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ തോട്ടത്തിലൊക്കെ നല്ല പറിക്കാരും കാര്യങ്ങളൊക്കെയാണ്. നല്ല സീസണാണ് ഇവർക്ക്. അതേപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ആണ്. ഇങ്ങനെ അട്ടിട്ട് വെച്ചിട്ടുണ്ട്, നല്ല രസമുണ്ടല്ലേ കാണാൻ. സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ. ആ പൂവൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ, ജമന്തി, നല്ല രസം. ഇവിടെ കൂടെ ഒക്കെ കൂടുതലും കൃഷി ചെയ്തിങ്ങനെ ഇഞ്ചിയാണ് കേട്ടോ. ഒക്കെ ഇഞ്ചി കൃഷിയാണ്. ഇത് പറിക്കാനായിട്ടുണ്ടാവില്ല അല്ലേ, വിളവെടുപ്പിനായിട്ടുണ്ടാവില്ല.
അത് പോണു. ഹായ് ഒരു ഡാൻസ് കളിക്കണം അല്ലേ? അല്ലോ റോഡ് ഇച്ചിരി മോശമാണ് കേട്ടോ. ഇവിടെ മങ്കീസ് ഇഷ്ടം പോലെ ഉണ്ട്. കാടിന്റെ നടുവിലൂടെ ഒരു ബസ് ഇങ്ങനെ പോകുന്നു. മങ്കീസിനെ കളിയാക്കാൻ പാടുണ്ടോ? ഇവിടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് കാട് എത്തിക്കഴിഞ്ഞാ പിന്നെ അല്ലൂസിന് ഭയങ്കര പേടിയാട്ടോ. അപ്പൊ പിന്നെ നമ്മൾ മടിക്കരുത്. അല്ലോ ഒരു ഹായ് പറഞ്ഞു. ഹായ് പറയൂ അല്ലോ. ഹായ് ഹായ് ഗൈസ് പറ. ഒരു ഇൻട്രോ കൊടുത്താലോ? ഒരു ഇൻട്രോ അല്ലോ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇൻട്രോ കൊടുക്കണ കാണാൻ സൂപ്പർ ആയിരിക്കും. അങ്ങനെ നമ്മള് എവിടത്തെ ഇക്കത്തെ എവിടുത്തെ സ്ഥലം? ഇക്കാരുടെ സ്ഥലം എവിടെയെന്ന് ചോദിച്ചത് പറയണേ. ഫോറസ്റ്റ് ആണെന്ന് നമുക്കറിയാം. ഫോറസ്റ്റ് സ്ഥലം എവിടെയെന്ന് വെച്ചാൽ ഫോറസ്റ്റ് മൊത്തം കാടാണല്ലേ? ഫോറസ്റ്റ് മൊത്തം കാടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ? ഇത് ഇവിടെ ചെറിയൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. കേരള തമിഴ്നാട് ചെക്ക് പോസ്റ്റ്. നമുക്ക് ഇതുണ്ട് കേട്ടോ. എന്ത് പൈസ കൊടുക്കണം. അതാ പീസ് നമ്മൾ കൊടുക്കാം. പശുക്കള് കാട്ടുപോത്തതാ. കാട്ടുപോത്ത പൊട്ടിച്ചേരാം. മടിയിൽ നീക്ക് അല്ല, മടിയിൽ നീച്ചല്ലോ. മടിയിൽ നീച്ചാ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. എങ്ങനെയുണ്ട്? വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക കേട്ടോ. നിങ്ങളെ കമൻസ് നിർബന്ധമായിട്ടും വേണം. കാരണം നമുക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയണ്ടേ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടാറ്റാ ബൈ.